ലോകാവസാനം എങ്ങനെ സംഭവിക്കും? ഒരു ദിവസം സൂര്യൻ ഉദിക്കില്ല, കടലുകൾ വറ്റിപ്പോകും, നഗരങ്ങൾ ശൂന്യമാകും, മനുഷ്യരാശിയുടെ ചരിത്രം അവസാനിക്കും. ഇതൊരു ഹോളിവുഡ് സിനിമയുടെ കഥയല്ല, ശാസ്ത്രജ്ഞർ വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില യഥാർത്ഥ സാധ്യതകളാണ്. പക്ഷേ ലോകാവസാനം നാളെ സംഭവിക്കുമെന്ന് ശാസ്ത്രം പറയുന്നില്ല. എന്നാൽ ഒരു ദിവസം ഭൂമിക്കും ഒരു അവസാനം ഉണ്ടാകുമെന്ന് ശാസ്ത്രം സമ്മതിക്കുന്നു. ചോദ്യം ഇതാണ്, ആ ദിവസം എങ്ങനെയായിരിക്കും? നമ്മുടെ ഭൂമി ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് രൂപപ്പെട്ടത്. അന്നു മുതൽ വമ്പൻ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭീമൻ ചിഹ്നഗ്രഹങ്ങളുടെ ആക്രമണങ്ങളും ഹിമയുഗങ്ങളും അനേകം മഹാവിനാശങ്ങളും ഭൂമി അതിജീവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രശസ്തമായ സംഭവം ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭീമൻ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചതാണ്. ആ ആഘാതത്തിൽ ഡൈനോസറുകൾ ഉൾപ്പെടെ ഭൂമിയിലെ ഏകദേശം 75% ജീവജാലങ്ങളും ഇല്ലാതായി. ആ സംഭവം ഒരു കാര്യം തെളിയിച്ചു: ഭൂമി ഒരിക്കലും പൂർണ്ണ സുരക്ഷിതമായ സ്ഥലമല്ല. ഇന്നും ആയിരക്കണക്കിന് ചിഹ്നഗ്രഹങ്ങളും ധൂമകേതുക്കളും നമ്മുടെ സൗരയൂഥത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവയിൽ ചിലത് ഭൂമിയുടെ ഭ്രമണപഥത്തിന് വളരെ അടുത്തുകൂടി കടന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ഏജൻസികൾ രാവും പകലും ആകാശം നിരീക്ഷിക്കുന്നത്, ഭൂമിയിലേക്ക് അപകടകരമായ എന്തെങ്കിലും വരുന്നതുണ്ടോ എന്ന് കണ്ടെത്താനായി. എന്നാൽ ചിഹ്നഗ്രഹങ്ങൾ മാത്രമല്ല, മനുഷ്യരാശിയെ ഇല്ലാതാക്കാൻ കഴിയുന്ന മറ്റ് ഭീഷണികളും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. അവയിൽ ചിലത് നമ്മുടെ സ്വന്തം ഭൂമിക്കുള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അടുത്തതായി ലോകത്തെ ഇരുട്ടിലാഴ്ത്താൻ കഴിയുന്ന സൂപ്പർ അഗ്നിപർവ്വതങ്ങളുടെ ഞെട്ടിക്കുന്ന രഹസ്യം നോക്കാം. ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. പക്ഷേ സൂപ്പർ അഗ്നിപർവ്വതം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാധാരണ അഗ്നിപർവ്വതങ്ങളെക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ശക്തിയുള്ള ഭീമൻ അഗ്നിപർവ്വതങ്ങളാണിവ. അവ പൊട്ടിത്തെറിച്ചാൽ ലാവ മാത്രമല്ല പുറത്തുവരിക, ലക്ഷക്കണക്കിന് ടൺ ചാരവും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിലേക്ക് ഉയരും. അത് സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് തടയും. പകൽ സമയത്ത് പോലും പ്രോബബ്ലും ഇരുട്ട് പരക്കും. താപനില കുത്തനെ താഴും, വിളകൾ നശിക്കും, ഭക്ഷ്യക്ഷാമം ലോകമെമ്പാടും വ്യാപിക്കും. ശാസ്ത്രജ്ഞർ ഈ അവസ്ഥയെ വോൾക്കാനിക് വിന്റർ എന്നാണ് വിളിക്കുന്നത്. അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ പോലുള്ള പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ള സൂപ്പർ അഗ്നിപർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. അവ എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അവയെ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭൂമിയെ നശിപ്പിക്കാൻ പ്രകൃതി ദുരന്തങ്ങൾ മാത്രം മതിയെന്നില്ല. മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ഒരു ഭീഷണിയുമുണ്ട്: ആണവയുദ്ധം. ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ആയിരക്കണക്കിന് ആണവായുധങ്ങൾ സ്വന്തമായുണ്ട്. ഒരു വലിയ ആണവയുദ്ധമുണ്ടായാൽ ആദ്യ നിമിഷങ്ങളിൽ തന്നെ കോടിക്കണക്കിന് ആളുകൾ മരിച്ചേക്കാം. എന്നാൽ യഥാർത്ഥ ഭീഷണി അതിനുശേഷമാണ്. നഗരങ്ങളിൽ കത്തുന്ന തീയിൽ നിന്നുയരുന്ന പുകയും കരിയും അന്തരീക്ഷത്തിലേക്ക് പടരും. സൂര്യപ്രകാശം തടയപ്പെടും, ഭൂമിയുടെ താപനില കുറയും, കൃഷി തകരും, ഭക്ഷ്യോൽപാദനം നിലയ്ക്കും. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ ന്യൂക്ലിയർ വിന്റർ എന്ന് വിളിക്കുന്നത്. ലോകാവസാനം എന്നത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു പൊട്ടിത്തെറിയല്ല. ചിലപ്പോൾ അത് വർഷങ്ങളോളം നീളുന്ന ഒരു ദുരന്തമായിരിക്കാം. എന്നാൽ ഇതിലും വലിയൊരു ഭീഷണി നമ്മൾ ജീവൻ നൽകുന്ന സൂര്യനിൽ നിന്നാണ്. നമ്മുടെ സൂര്യൻ ഒരിക്കൽ മരിക്കും. ഇപ്പോൾ സൂര്യൻ ഏകദേശം 4.6 ബില്യൺ വർഷം പ്രായമുണ്ട്. ഇനി ഏകദേശം 5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഉള്ളിലെ ഹൈഡ്രജൻ ഇന്ധനം തീരാൻ തുടങ്ങും. അപ്പോൾ സൂര്യൻ പതിയെ വലുതാകാൻ തുടങ്ങും. ഒരു സാധാരണ നക്ഷത്രത്തിൽ നിന്ന് ഒരു ഭീമൻ റെഡ് ജയന്റായി മാറും. ആ സമയം ബുധനും ശുക്രനും സൂര്യനിൽ ലയിച്ചു പോകും. ഭൂമിയുടെ നില എന്തായിരിക്കും? അതിനു മുമ്പേ ഭൂമിയിലെ സമുദ്രങ്ങൾ മുഴുവൻ തിളച്ച് ബാഷ്പമായി മാറും. നദികളില്ലാതാകും, കാടുകൾ കത്തിനശിക്കും, അന്തരീക്ഷം തകർന്നു പോകും. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും വംശനാശം സംഭവിക്കും. മനുഷ്യൻ അപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു ഗ്രഹത്തിലേക്ക് കുടിയേറിയാൽ മാത്രമേ അതിജീവിക്കാൻ കഴിയൂ. എന്നാൽ ഭൂമിയുടെ അവസാനം എന്നത് പ്രപഞ്ചത്തിന്റെ അവസാനമല്ല. ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രപഞ്ചത്തിനും ഒരിക്കലൊരു അവസാനം ഉണ്ടാകുമെന്നാണ്. അതിന് നിരവധി സാധ്യതകളുണ്ട്. ആദ്യത്തേത് ബിഗ് ഫ്രീസ്. പ്രപഞ്ചം ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വികസനം ഒരിക്കലും നിർത്തിയില്ലെങ്കിൽ ഗാലക്സികൾ പരസ്പരം അകന്നുപോകും. പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നത് നിൽക്കും. പഴയ നക്ഷത്രങ്ങൾ ഓരോന്നായി അണഞ്ഞുപോകും. അവസാനം പ്രപഞ്ചം മുഴുവൻ ഇരുണ്ടതും തണുത്തതുമായ ഒരു ശൂന്യതയായി മാറും. ഇതാണ് ബിഗ് ഫ്രീസ്. എന്നാൽ ഇത് മാത്രമല്ല ശാസ്ത്രജ്ഞർ ചർച്ച ചെയ്യുന്ന സിദ്ധാന്തം. ഇതിലും ഭയാനകമായ മറ്റൊരു സാധ്യതയുണ്ട്. അത് ബിഗ് റിപ്പ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ വികസനം ഒരിക്കലും നിൽക്കാതെ ക്രമേണ കൂടുതൽ വേഗത്തിലായാൽ എന്ത് സംഭവിക്കും? ആദ്യം ഗാലക്സികൾ പരസ്പരം അകന്നുപോകും. പിന്നീട് നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളുടെ ഭ്രമണപഥം തകരും. സൗരയൂഥങ്ങൾ വേർപിരിയും. അതിനുശേഷം ഗ്രഹങ്ങൾ പോലും നിലനിൽക്കില്ല. അവയുടെ ഘടന തകർന്നു തുടങ്ങും. അവസാനം ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടിസ്ഥാന ബലങ്ങൾ പോലും വേർപിരിയും. പ്രപഞ്ചത്തിലെ എല്ലാം ഒരു നിമിഷം കൊണ്ടല്ല, പക്ഷേ പതിയെ ചിതറിപ്പോകും. ഇതാണ് ബിഗ് റിപ്പ്. എന്നാൽ ഇതിന്റെ നേർവിപരീതമായ മറ്റൊരു സിദ്ധാന്തവുമുണ്ട്: ബിഗ് ക്രഞ്ച്. ഈ സിദ്ധാന്തം അനുസരിച്ച്
ഒരു ദിവസം പ്രപഞ്ചത്തിന്റെ വികസനം അവസാനിക്കും. പിന്നീട് ഗുരുത്വാകർഷണം എല്ലാറ്റിനെയും വീണ്ടും പരസ്പരം വലിച്ചിഴയ്ക്കാൻ തുടങ്ങും. ഗാലക്സികൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എല്ലാം വീണ്ടും ഒരേ കേന്ദ്രത്തിലേക്ക് പതിക്കും. പ്രപഞ്ചം ആരംഭിച്ച അതേ അവസ്ഥയിലേക്ക് തിരികെ ചുരുങ്ങും. ഇതാണ് ബിഗ് ക്രഞ്ച്. ഇവയിൽ ഏതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക? സത്യത്തിൽ ഇന്നും ശാസ്ത്രത്തിന് കൃത്യമായ ഉത്തരമില്ല. കാരണം പ്രപഞ്ചം ഇപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ദൂരദർശിനികൾ, പുതിയ ബഹിരാകാശ ദൗത്യങ്ങൾ, പുതിയ കണ്ടെത്തലുകൾ ഓരോ ദിവസവും നമ്മുടെ അറിവ് മാറ്റിമറിക്കുകയാണ്. ഒരു കാര്യം മാത്രം ഉറപ്പാണ്: ലോകാവസാനം നാളെ സംഭവിക്കുമെന്ന് ശാസ്ത്രം പറയുന്നില്ല. എന്നാൽ ഈ ഭൂമിക്കും ഈ സൂര്യനും ഈ പ്രപഞ്ചത്തിനും എന്നേക്കുമായി നിലനിൽക്കാനാവില്ല. അതാണ് പ്രകൃതിയുടെ നിയമം. ഒരു തുടക്കമുള്ള എല്ലാറ്റിനും ഒരു അവസാനവുമുണ്ട്. പക്ഷേ ആ അവസാനം എപ്പോൾ, എങ്ങനെ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നും പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഭൂമിയുടെ അവസാനം ആദ്യം കൊണ്ടുവരുന്നത് എന്തായിരിക്കും? ഒരു ഭീമൻ ചിഹ്നഗ്രഹമോ, ഒരു സൂപ്പർ അഗ്നിപർവ്വതമോ, ആണവയുദ്ധമോ, സൂര്യന്റെ മരണമോ, അല്ലെങ്കിൽ ഇതുവരെ മനുഷ്യൻ കണ്ടെത്താത്ത മറ്റെന്തെങ്കിലും കാരണമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ. ഇത്തരത്തിലുള്ള ചരിത്രവും ശാസ്ത്രവും നിറഞ്ഞ ഡോക്യുമെന്ററികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.